ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സ്ഥിരമായി കാണാറുണ്ടല്ലോ. അതുപോലെ തന്നെ വീഡിയോ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ നിഫ്റ്റിയുടെ കാൽക്കുലേഷൻ, CPS, ETF അങ്ങനെ പലതരം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടവര് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. കാരണം അതനുസരിച്ചിട്ട് വേണം അടുത്ത വീഡിയോസിലേക്ക് വരുമ്പോൾ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെപ്പോഴും എല്ലാവരും ചാനലിനൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡിംഗ് അതിലും എന്തായാലും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 5 പൈസ, അലിസ് ബ്ലൂ, ഏഞ്ചൽ ബ്രോക്കിംഗ്, ചോയ്സ് ബ്രോക്കിംഗ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ട് ഓപ്പണിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ടെലിഗ്രാം അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ അത് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളുമായിട്ടുള്ള സജഷൻസ് നിങ്ങളുമായിട്ടുള്ള പങ്കുവെക്കാനും നിങ്ങൾക്കൊപ്പം ഡിസ്കഷനിലും ഞാനും ഉണ്ടാകും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറഞ്ഞത് നമുക്ക് ഫണ്ടമെന്റൽ വീഡിയോസ് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ഫണ്ടമെന്റൽസ് വീഡിയോസ് താല്പര്യമുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഫണ്ടമെന്റൽസുമായിട്ട് ആൾക്കാർ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെന്റ് താല്പര്യമുള്ളവരാണ് ഫണ്ടമെന്റൽസ് അറിയാൻ താല്പര്യം. അല്ലാതെ ട്രേഡിങ്ങിന് ആവശ്യമായിട്ട് ആരും തന്നെ ഫണ്ടമെന്റൽസ് തിരഞ്ഞു പോകാറില്ല. കാരണം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് അന്നുള്ള പ്രൈസ് വ്യതിയാനങ്ങൾ മാത്രമാണ് അവരെ സംബന്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽസ് ജനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ താല്പര്യമുണ്ട്, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നതാണ് തെളിവ്. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള മാർക്കറ്റ് വ്യൂസിൽ കാണുന്നത് നമ്മുടെ മാർക്കറ്റിലെ പണ്ട് FIIസും DIs ഒക്കെ ആയിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാരെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഹെവി ആയിട്ടുള്ള വോളിയത്തിൽ അവരാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൽ ഒരു കൺട്രോളിംഗ് പവർ ആയിട്ട് അവർ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള സർവേസ് കാണിക്കുന്നത് വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാർക്കറ്റിലേക്ക് വരുന്നു. അതുപോലെ തന്നെ മണി ഇൻഫ്ലോ യങ്സ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഏജ് വൈസ് സെഗ്രിഗേഷൻ നടത്തിയപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ മാർക്കറ്റിൽ വന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നല്ലൊരു സൈനാണ്. ഞാൻ പറയുന്നത് ട്രേഡ് ചെയ്യുന്നതിന്റെ സൈൻ അല്ല, വളരെ നേരത്തെ തന്നെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി മനസ്സിലാക്കുകയും ഫിനാൻഷ്യൽ അസറ്റ്സുകളായിട്ടുള്ള ഇക്വിറ്റി പോലുള്ള അസറ്റുകളിൽ നിക്ഷേപിക്കാൻ ഇന്നത്തെ പുതിയ തലമുറ കാണിക്കുന്ന ആ ഒരു താല്പര്യം അത് വളരെ അപ്രീഷിയേറ്റഡ് ആണ്. ഞാൻ ട്രേഡിങ്ങിനെയല്ല, ഞാൻ വീണ്ടും പറയുന്നു, ട്രേഡ് ചെയ്തിട്ട് കാശ് കളയുന്നതിനെയല്ല ഞാൻ പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്തതിനെ പറ്റിയാണ്. വെൽത്ത് ക്രിയേഷന് ഇപ്പം വളരെ കോൺട്രഡിക്ഷൻ ഉള്ള പോയിന്റ് ആണ്. കാരണം എന്താ പറയാ, വളരെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വളരെ ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ ചിലപ്പം തിരിച്ച് വളരെ കുറവ് മൾട്ടി ബാഗേഴ്സും വളരെ കൂടുതൽ മൾട്ടി ലോസും നൽകുന്ന പോർട്ട്ഫോളിയോ ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പം ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ കറക്റ്റ് അതാത് സമയങ്ങളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാനായിട്ടുള്ള ഇൻവെസ്റ്റർ എന്ന് ഞാൻ പറയും. അല്ലാതെ ഒരു സ്റ്റോക്കിനെ അന്ധമായി വിശ്വസിച്ചിട്ട് വർഷങ്ങളോളം ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ് ചെയ്യുന്ന ആളല്ല എന്നാണ് പറയുന്നത്. വളരെ കുറച്ച് സക്സസ് സ്റ്റോറീസ് നമുക്ക് അങ്ങനെ കിട്ടാനുള്ളൂ. പക്ഷെ ഒരുപാട് നമുക്ക് പോർട്ട്ഫോളിയോസിൽ ലോസ് വന്ന സ്റ്റോക്കുകൾ നമുക്ക് കാണാനുണ്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാൻ പറ്റില്ല. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പറയാം. നിങ്ങൾക്ക് അങ്ങനെ ജനറൽ ആയിട്ട് മാർക്കറ്റിനെ കുറിച്ച് അറിയാനുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കമന്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഡിസ്കഷൻസ് അറേഞ്ച് ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു BEL എന്ന് പറയുന്ന കമ്പനിയുടെ, അതായത് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസുമായിട്ടാണ്. കാരണം ഇത് ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളൊക്കെയാണ് ഈ കമ്പനി നൽകുന്നത്. പിന്നെ അതിന്റെ ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്തപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി എനിക്ക്. ഏകദേശം ഒരു 80-85 രൂപ മുതൽ ഈ കമ്പനി എന്റെ റഡാറിൽ വന്ന് പെട്ടതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകി. വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ഇത് ഏകദേശം 97 രൂപക്ക് അടുപ്പിച്ചിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു നല്ല അപ്സൈഡിന് ഇനിയും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാനിത് പറയാം, വീണ്ടും റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തതിന് മുമ്പ് സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ചർച്ച നടത്തുക. എന്നിട്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഓക്കെ, അതിന്റെ ഓവറായിട്ടുള്ള ഒരു ഓവർലുക്ക് ഞാൻ തരാം. എന്താണ് ഈ കമ്പനി എന്നും ഈ കമ്പനി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഈ ബിസിനസ് മോഡൽ എന്താണ്, ഇതിന്റെ ഫണ്ടമെന്റൽസ് എന്തുകൊണ്ടാണ് അട്രാക്റ്റീവ് ആയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം.
ഇന്ത്യ സ്വതന്ത്രമായ ശേഷം 1954 BEL ആദ്യമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അന്നത്തെ അവസ്ഥയിൽ ഇന്ത്യയിലെ കമ്പനികളെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശമെങ്കിലും, പക്ഷെ ഇന്നത്തെ ഈ ഒരു സമയത്താണ് ആത്മനിർഭരത, അതുപോലെ തന്നെ സെൽഫ് റിലയൻസ്, നമ്മുടെ ഇന്ത്യയിലെ കമ്പനികൾ സ്വയം പര്യാപ്തരാകേണ്ടതുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോഴത്തെ ചൈന ഇന്ത്യ ഇഷ്യൂലൊക്കെ വളരെ വാർത്താ പ്രാധാന്യം നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വിചാരിച്ചു തുടങ്ങിയ ഒരു കമ്പനിയാണ്. പക്ഷെ ഈ സമയത്ത് ആ ഒരു കമ്പനിയുടെ ബിസിനസ് മൂല്യങ്ങൾക്കും വാല്യൂസിനും വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇതിന്റെ തുടക്കം ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 1954 തുടങ്ങിയത്. ഫ്രാൻസിലെ ഒരു കമ്പനിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈപ്പോടു കൂടിയാണ് ഇത് തുടങ്ങിയത്. ബേസിക് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ്, അതായത് സാധാരണ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കമ്പനിയായിരുന്നു ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ വലിയ പ്രൊഡക്റ്റ് റേഞ്ച് തന്നെയാണ്. നമുക്ക് എല്ലാ പ്രൊഡക്റ്റും, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ലൈൻ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഓരോ പ്രൊഡക്റ്റ് കാണുമ്പോഴും വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. കാരണം CCTV ഒന്നാമത് ഈ കമ്പനി ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റഡാർ സിസ്റ്റം, നമ്മളെ ഈ പവർ ഫെൻസിങ്, ഈ വലിയ വലിയ ഇൻഡസ്ട്രീസിനൊക്കെ അവർക്ക് വേലി കെട്ടിത്തിരിക്കുന്നതിന് പകരം ഇൻഫ്രാറെഡ് ഫെൻസിങ്, അതായത് വലിയ കോസ്റ്റ് മുടക്കിക്കൊണ്ട് അത് ആരെങ്കിലും ക്രോസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലാറം അടിച്ച് സെക്യൂരിറ്റി സിസ്റ്റംസ് അലാം ആവുന്ന അങ്ങനെയുള്ള തരത്തിലുള്ള വളരെയേറെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ടാക്കുന്ന കമ്പനികൾ. അതായത് ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പുതിയ രംഗത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി സിസ്റ്റംസും റഡാറുകളും അങ്ങനെയുള്ള കമ്പനികളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വളരെ പ്രൊഡക്റ്റ് ലൈന് വളരെ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ സേനകൾക്ക്, അത് ആർമി ആയിക്കോട്ടെ, നാവി ആയിക്കോട്ടെ, അതുപോലെ തന്നെ എയർഫോഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ആവശ്യമുള്ള ഡിഫൻസ് എക്യുപ്മെന്റ്സ്, ഇലക്ട്രോണിക് ഐറ്റംസ്, അതായത് കമ്മ്യൂണിക്കേഷൻ, റഡാർ, നേവൽ സിസ്റ്റംസ്, C41S സിസ്റ്റംസ്, വെപ്പൺ സിസ്റ്റംസ്, അതുപോലെ തന്നെ ഹോംലാൻഡ് സെക്യൂരിറ്റി, ടെലികോം, അവിടെയാണ് വേറൊരു എനിക്ക് ഈ പ്രൊഡക്റ്റിന്റെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ നമ്മൾ ഓൾറെഡി ടെലികോം മിനിസ്ട്രി ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു കമ്പനികളോട്. അതായത് ചൈനയിൽ നിന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഇറക്കുമതി കുറക്കണം, സ്വന്തമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ഇന്ത്യയിലുള്ള കമ്പനികളെ കൊണ്ട് തന്നെ ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ. ടെലികോം ഇൻഡസ്ട്രി ഇതിനെ ഒരു ലീഡ് ചെയ്യാണ്. അതായത് അവരോട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ഐഡിയ വോഡാഫോൺ ആയിക്കോട്ടെ, ഭാരതി എയർടെൽ ആയിക്കോട്ടെ, ജിയോയോട് മാക്സിമം ഇന്ത്യയിലുള്ള കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം, ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി സാധനങ്ങൾ കുറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവർക്ക് ആവശ്യമുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് BEL എന്ന് പറയുന്നത്, ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഈ പ്രൊഡക്റ്റ് റേഞ്ച് വളരെയേറെ തോന്നി. കാരണം ഈ വെള്ളിയാഴ്ചയാണ് ഇവർ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഒരു റിപ്പോർട്ട് കൊടുത്തത്. അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല ഓർഡർ ബുക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഒരു ഓർഡർ ബുക്ക് ഈ കമ്പനിക്ക് ഉണ്ട്. ഏകദേശം 15,000 കോടിയുടെ അടുപ്പിച്ചിട്ടുള്ള ഓർഡർ ബുക്ക് ഓൾറെഡി 2020-21 ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കാണിക്കുന്നത് ഒരു നല്ല സെയിൽസ് ഔട്ട്ലുക്ക് തന്നെയാണ് അടുത്ത വരുന്ന ക്വാർട്ടറുകളിൽ ഈ കമ്പനി കാണിക്കാൻ സാധ്യത എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റേഞ്ച് ആണ് ഈ കമ്പനിക്കുള്ളത്. ഡിഫൻസിന് വേണ്ടുന്നുള്ള എല്ലാത്തരം എക്യുപ്മെന്റ്സ്, ഇപ്പം റേഡിയോ ഫ്രീക്വൻസി എക്യുപ്മെന്റ്സ്, റഡാറുകൾ, പിന്നെ ഈ ടാങ്കുകളിൽ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കടലുകളിൽ നാവിക്ക് ആവശ്യമുള്ള കപ്പലുകളിൽ, യുദ്ധക്കപ്പലുകളിൽ ആവശ്യമുള്ള ഇലക്ട്രോണിക് സിസ്റ്റംസ്, അങ്ങനെയുള്ള പലതരം വൈഡ് വെറൈറ്റി ഓഫ് ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. മേജർ ഫോക്കസ് ഇവരുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സ് തന്നെയാണ്. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ആവശ്യമുള്ള ഒരേ ഒരു കമ്പനി തന്നെ ഒരേ സമയം സൈന്യത്തിനും സപ്ലൈ ചെയ്യുന്നു. പക്ഷെ അതേ സാധനങ്ങളല്ല, ജനങ്ങൾക്ക് ആവശ്യമുള്ള പലതരം ഇലക്ട്രോണിക്സ് സാധനങ്ങൾ. അതിപ്പം ഈ വോട്ടിംഗ് മെഷീൻ, നമ്മൾ ഏറ്റവും പറയുന്നത് വോട്ടിംഗ് മെഷീൻ ഒക്കെ ഉണ്ടാക്കുന്നത് ഈ കമ്പനിയാണ്. അതുപോലെ തന്നെ നമ്മുടെ POS സിസ്റ്റം ഉണ്ട്, നമ്മളിപ്പോ ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുന്ന നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന അങ്ങനെയുള്ള മെഷീൻസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും വലിയ ട്രാഫിക് സിഗ്നൽസിൽ ഉപയോഗിക്കുന്ന സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രാഫിക് സിഗ്നൽസ് സെറ്റിംഗ് സിസ്റ്റംസ്, അതുപോലെ തന്നെ നമ്മൾ ബാരിക്കേഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ കാണാറില്ലേ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അടുത്ത് എത്തുമ്പോൾ സെൻസർ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ഡോറുകൾ, അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റംസ്, വളരെ വെറൈറ്റി പ്രൊഡക്റ്റ് റേഞ്ച് ആണ് ഈ കമ്പനിക്കുള്ളത്. ഇന്നത്തെ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി തോന്നുന്ന പലതരം ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടാബ്ലറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്, PC അതായത് കമ്പ്യൂട്ടറുകൾ, പിന്നെ സോളാർ പവർ ജനറേറ്റഡ് ട്രാഫിക് സിഗ്നൽ സിസ്റ്റം, ഞാനത് പറഞ്ഞു, ആക്സസ് കൺട്രോൾ സിസ്റ്റംസ്,
പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ടതായിട്ട് ഉപയോഗിക്കുന്നത് ഇവര് മൊബൈൽ ഫോണുകൾ, ടാബ്ലറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് സോളാർ, പുതിയ ജനറേഷൻ ബിസിനസ് ആണല്ലോ സോളാർ ബിസിനസ്, സോളാർ പാഡുകൾ, സോളാർ സൊല്യൂഷൻസ് ഇവര് അതും മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് റേഞ്ച് നോക്കുമ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. ഇന്നത്തെ സമൂഹത്തിൽ വളരെ ആവശ്യമുള്ള പ്രൊഡക്റ്റുകളായിട്ടാണ് തോന്നിയത്. അപ്പൊ ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു 5-6 കൊല്ലത്തിന് മുമ്പുള്ള ഈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെയേറെ വലിയ ഗ്രോത്ത് ആണ് ഈ കമ്പനിയുടെ സെയിൽസിലും പ്രോഫിറ്റ് മാർജിനിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് വരുന്ന സമയത്ത് ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ആകെ ബാംഗ്ലൂരിൽ ജബൽഹല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യൂണിറ്റ് മാത്രം തുടങ്ങിയ ഒരു കമ്പനിയായിരുന്നു ഇത്. ഇന്ന് ഏകദേശം BELന് 8ഓളം ശാഖകളുണ്ട്. അതും പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. അതായത് ഗസിയാബാദ്, പൂനെ, അതുപോലെ തന്നെ പഞ്ച്കുള, നവി മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, അങ്ങനെ അടങ്ങുന്ന 8ഓളം യൂണിറ്റുകൾ സബ്സിഡറി ആയിട്ട് ഇവർക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഈ 8 യൂണിറ്റുകളും ഓരോ സൈനിക ക്യാമ്പുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ കൺസ്യൂമർ ബിസിനസിന് ആവശ്യമുള്ള സ്റ്റോറുകളും ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇവർക്ക് എക്സ്പോർട്ടും വളരെ ഭംഗിയായ രീതിയിലുണ്ട്. ഒരു വൈഡ് വെറൈറ്റി ഓഫ് രാജ്യങ്ങൾ, ഏകദേശം എല്ലാ GCC കൺട്രികളും, ഒരുവിധം യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഇവർ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് റീജിയണൽ ഓഫീസ് അടക്കം ന്യൂയോർക്കും സിംഗപ്പൂരും ഒക്കെ ഉണ്ട് എന്നറിയുമ്പോൾ അവരുടെ എക്സ്പോർട്ട് മാർക്കറ്റും എത്ര വൈഡ് ആയിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു MNC ആണെന്ന് പറയാം. വളരെയേറെ രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ലൈനുകളാണ് ഇവർക്കുള്ളത്. അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് മോഡലാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് റേഞ്ചുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഫണ്ടമെന്റൽസും നമുക്കൊന്ന് നോക്കാം. കുറച്ചുകൂടി ഇതിന്റെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. കാരണം അതിന്റെ ബിസിനസ് മോഡൽസിന്റെ കാര്യം കൂടിയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ വോട്ടിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ട്. വോട്ടിംഗ് മെഷീൻസ് നമ്മൾ സാധാരണയായിട്ട് നമുക്കൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. വല്ലപ്പോഴും വരുന്ന ഇലക്ഷനിൽ നമുക്ക് എന്താണ് ഇതിനെ കൊണ്ട് കാര്യം എന്നുള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല, ശ്രീലങ്ക, ഉഗാണ്ട, മാൽവയ, സൗത്ത് ആഫ്രിക്ക, നമീബിയ, നേപ്പാൾ എന്നീ രാജ്യങ്ങൾക്ക് കൂടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സിസ്റ്റം കൊടുക്കുന്നത് നമ്മുടെ BEL ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതുപോലെ തന്നെ റേഡിയോ ആൻഡ് TV ബ്രോഡ്കാസ്റ്റിംഗ് പ്രൊഡക്ട്സ് ആൻഡ് സിസ്റ്റംസ് നേപ്പാളിലും മൗറീഷ്യസിലും സിംബാബ്വേയിലും കംപ്ലീറ്റ് ആയിട്ടുള്ള മിക്കവാറും റേഡിയോ സ്റ്റേഷൻസിനും റേഡിയോ ഫ്രീക്വൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്കും അവരുടെ സൈന്യത്തിന് പോലും നമ്മുടെ BEL കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റ് പ്രകാരം പറയുന്നത്. അതുപോലെ തന്നെ ടെലികോം ആൻഡ് സാറ്റ്കോം സിസ്റ്റംസ്, ടെലികോം സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ആഫ്രിക്കൻ മാർക്കറ്റ് കീഴടക്കാനുള്ള ഒരു ശ്രമമാണ് കമ്പനി നടക്കുന്നത്. നമുക്കറിയാലോ, ആഫ്രിക്കൻ എക്കോണമി എന്ന് പറയുന്നത് വരും കാലത്തുള്ള അടുത്ത GCC ആണ് നമ്മുടെ ആഫ്രിക്ക എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റാണ് എനിക്കുള്ളത്. പലതുകൊണ്ടും, റിസോഴ്സസ് കൊണ്ടും, അതുപോലെ തന്നെ ഇനി ആൾക്കാർ അങ്ങോട്ടേക്ക് ബിസിനസ് മൈഗ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അൺഎക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് അവിടെയാണ് ഉള്ളത് ആഫ്രിക്കയിൽ. ഞാൻ ആ രീതിയിൽ പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു മാർക്കറ്റിൽ ടെലികോം ഇൻഡസ്ട്രിയിലേക്കുള്ള സപ്ലൈ ഈ കമ്പനി നടത്തുന്നു എന്ന് പറയുന്നത് നമുക്ക് വിദൂര ഭാവിയിൽ കാണേണ്ട ഒരു പോസിബിലിറ്റി ആയിട്ട് നമ്മൾ കാണണം. നൈജീരിയ, അതുപോലെ തന്നെ കെനിയ, ഈ രാജ്യങ്ങളിലേക്കുള്ള ടെലികോം സാറ്റ്കോം സിസ്റ്റംസ് ഇവരാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റഡാറുകളും സബ് സിസ്റ്റംസും ഇന്തോനേഷ്യ, ഈജിപ്ത്, സ്വിറ്റ്സർലാൻഡ്, മൗറീഷ്യസ്, മ്യാൻമർ, ശ്രീലങ്ക, USA ഇങ്ങനെയുള്ള പലതരം രാജ്യങ്ങൾക്ക് ഇവര് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒപ്റ്റോ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇലക്ട്രോണിക്സ് ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത്. ഇലക്ട്രോണിക് വാർഫെയർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് റഷ്യക്കും ബ്രസീലിനും മലേഷ്യ, USA ഇവർക്ക് പോലും ഇവർ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇതിന്റെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു എക്യുപ്മെന്റ് ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ അതിൻ്റെ ഉള്ള പാർട്സോ അതിന്റെ കാര്യമായിട്ടുള്ള കോമ്പണൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ സോളാർ പ്രൊഡക്ഷൻ സിസ്റ്റംസ് നിങ്ങൾ അത്ഭുതമാവുന്ന തരം കൺട്രികൾക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതായത് ജർമ്മനി, സിംബാബ്വെ, ബോസ്വാനിയ, കെനിയ, നൈജീരിയ ഇങ്ങനെയുള്ള പല രാജ്യങ്ങൾക്കുമാണ് ഇവർ കൊടുക്കുന്നത്. വാക്വം ഇന്റർപ്രറ്റേഴ്സ്, ഇതും ഒരു ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് ആണ്. മലേഷ്യ, UAE, ഉഗാണ്ട, ടർക്കി, UK, അസർബൈജാൻ ഇങ്ങനെയുള്ള പല രാജ്യങ്ങൾക്ക്. കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ആൻഡ് ഔട്ട്സോഴ്സിംഗ് സർവീസ് പല ആൾക്കാർക്കും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് USA, കാനഡ, ബെൽജിയം, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, UAE, ജർമ്മനി, ഇസ്രായേൽ, സ്ലോവാക്യ, സ്വീഡൻ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഈ കമ്പനിക്ക് ബിസിനസ് ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് പറയേണ്ടത് ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. കാരണം ഇതുകൊണ്ട് രണ്ടാണ് കാര്യം. ഒന്ന്, ഇവരുടെ റവന്യൂ ഫോറിൻ എക്സ്ചേഞ്ചിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള എക്സ്പോർട്ടുകൾ പറഞ്ഞത് എക്സ്പോർട്ടുകൾ കൂടി വരുന്നതായിട്ട് ഈ കമ്പനിക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയാനും കാരണം. പിന്നെ വേറൊരു വലിയ അട്രാക്ഷൻ, ഇതിന്റെ മെയിൻ, ഈ കമ്പനിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു 0 ഡെപ്റ്റ് കമ്പനിയാണ് കേട്ടോ. അപ്പം ബിസിനസ് മോഡല് കൂടി വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫണ്ടമെന്റൽ വെച്ച് പറയാം. അപ്പൊ അടുത്ത് നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽസ് തന്നെ, കമ്പനിയുടെ ഫണ്ടമെന്റൽസ് തന്നെ നോക്കാം.
ഈ കമ്പനിക്ക് 2 സബ്സിഡറീസ് ആണ് ഉള്ളത്. 2 സബ്സിഡറി കമ്പനികളും ഈ കമ്പനിയുടെ BELന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഫണ്ടമെന്റൽസ് ഒന്ന് നോക്കാം. ഇതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 23 crore, അതായത് 23,684 കോടി രൂപയുടെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണുള്ളത്. ഒരു ലാർജ് ക്യാപ് എന്ന് പറയാം. ഏകദേശം 23,684 crore ആണ് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇതിന്റെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് പ്രകാരം 97 രൂപക്കാണ് ഈ കമ്പനി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും ഹൈയും ലോയും നോക്കിക്കഴിഞ്ഞാൽ 56 രൂപയാണ്. ഇപ്പോൾ 2 മാസം മുമ്പ് വന്നിരിക്കുന്ന ലോ ആണ് 56 രൂപ. ഇപ്പോൾ അത് 122 രൂപയാണ് ഇതിന്റെ 52 വീക്സ് ഹൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 41 രൂപ 33 പൈസയാണ്. 41 രൂപ 33 പൈസ. ഓൾറെഡി ഒരു 2x മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് പറയാം. ഒരു ഇരട്ടിക്ക് മുകളിലാണ്. 41 പറയുമ്പോൾ 82 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ നമ്മൾ രണ്ടിരട്ടിക്കാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ PE റേഷ്യോ എന്ന് പറയുന്നത് 12.99, അതായത് കമ്പനിയുടെ ഏർണിംഗ്സിന്റെ 12 ഇരട്ടിയിലാണ് ഈ കമ്പനി ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ തന്നെ ഡിവിഡൻഡ്, നല്ലൊരു ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനി ആയിട്ടാണ് ഈ കമ്പനിയെ തോന്നുന്നത്. ഇത് ഫേസ് വാല്യൂ 1 രൂപയാണ് കേട്ടോ. കമ്പനിയുടെ ഫേസ് വാല്യൂ മുഖവില എന്ന് പറയുന്നത് 1 രൂപയാണ്. കമ്പനി അവസാനം കൊടുത്തിരിക്കുന്ന ഡിവിഡൻഡ് 3.50% ആണ്. അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത്, കമ്പനിയുടെ ആനുവൽ സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്നത് 18%, 18.27%. മോശമല്ല കേട്ടോ. ഒരു വർഷം ഇപ്പൊ നമ്മൾ കമ്പനി അനലൈസ് ചെയ്യുമ്പോൾ സെയിൽസ് ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കും. സെയിൽസ് ഗ്രോത്തും ആനുപാതികമായിട്ട് പ്രോഫിറ്റും കൂടുന്നുണ്ടോ. സെയിൽസ് ഗ്രോത്ത് മാത്രം കൂടിയിട്ട് കാര്യമില്ല. കാരണം ചില ബിസിനസ് സെയിൽസ് വളരെ ഭീമമായിട്ട് കൂടുന്നതായിട്ട് കാണാം, പക്ഷെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ പ്രോഫിറ്റിൽ കാണില്ല. അങ്ങനെ ബിസിനസിനെ കൊണ്ട് കാര്യമില്ല. നിങ്ങൾ 500 കോടിയുടെ ബിസിനസ് നടത്തിയിട്ട് നിങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റ് ആകെ 10 കോടിയാണെങ്കിൽ സെയിൽസ് വോളിയത്തിന് വലിയ പ്രാധാന്യമില്ല. നമുക്കതൊരു ലിവറേജ് ആയിട്ട് കാണാൻ പറ്റും. അതൊരു വലിയൊരു അട്രാക്ഷൻ എന്ന് പറയാൻ പറ്റും. ഇവിടെ സെയിൽസ് ഗ്രോത്ത് 18.27% ആയിട്ട് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് നിങ്ങൾ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ എത്രയാണോ നിങ്ങൾ ആ ക്യാപിറ്റലായിട്ട് ആ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്, ഈ ബിസിനസിന് വേണ്ടിയിട്ട് നിക്ഷേപിച്ചിരിക്കുന്നത്, അതിന് മുകളിൽ 30.49% ആണ്. അതായത് നല്ലൊരു മാർജിൻ ഉണ്ട്. 30.49% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഈ ഒരു വേർഡ് നിങ്ങളുടെ എല്ലാ കമ്പനികളും അനലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 2 റേഷ്യോസ് കാണാം. ROCE, അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതുപോലെ തന്നെ ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഈ ROCEയും ROEയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. നിങ്ങളൊരു കമ്പനി തുടങ്ങാൻ പോവാണ്. നിങ്ങൾ ഇക്വിറ്റി വഴി മൊത്തം 200 രൂപ കളക്ട് ചെയ്തു. അപ്പോൾ ആ 200 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോ നിങ്ങളുടെ ക്യാഷ് ആയിട്ടോ നിങ്ങളുടെ കയ്യിലോ ഉണ്ടാവും. പക്ഷേ ആ 200 രൂപയിൽ അല്ലെങ്കിൽ ഒരു 500 രൂപ നിങ്ങൾ മൊത്തം ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടി. ആ 500 രൂപയിൽ വെറും 200 രൂപ മാത്രമാണ് നിങ്ങൾ ബിസിനസ്സിൽ ഇടുന്നത്. ബാക്കി നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യാണ് കമ്പനിയുടെ. അപ്പൊ 200 രൂപ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു 50 രൂപ പ്രോഫിറ്റ് കിട്ടുകയാണ്. 200 രൂപ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി ഇട്ടു, അതിൻ്റെ അകത്ത് 50 രൂപ പ്രോഫിറ്റ് കിട്ടി. അപ്പൊ നിങ്ങളുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 40%. കാരണം എന്താണ്, അത് 200 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 200 രൂപയിൽ 25% നിങ്ങൾക്ക് തിരിച്ചു കിട്ടി അല്ലെ. 40% അല്ല കേട്ടോ, 25% എന്ന് പറയാം. കാരണം 200 രൂപയാണ് നിങ്ങൾ ബിസിനസ് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 50 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അതായത് ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന്റെ എത്രയാണോ റിട്ടേൺ വരുന്നത് അത്. പക്ഷെ നിങ്ങൾ അറിയണം, 500 രൂപ നിങ്ങൾ ഷെയർ ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. 500 രൂപയിൽ 200 രൂപ മാത്രമേ ബിസിനസ് വേണ്ടി എടുത്തിട്ടുള്ളൂ. ബാക്കി 300 രൂപയും അത് അവിടെ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇതേ റിട്ടേൺ നിങ്ങൾ ആ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയിട്ട് നോക്കും. അതായത് ROE എന്ന് പറയുന്നത് 500 രൂപയുടെ മുകളിൽ 50 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. ROE എന്ന് പറയുന്നത് 10%വും ROCE എന്ന് പറയുന്നത് 25%മാണ്. എനിക്ക് തോന്നുന്നു മനസ്സിലായെന്ന്. ഇതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് കമ്പനി അനലൈസ് ചെയ്യുമ്പോഴും ROCE അതുപോലെ തന്നെ ROE എന്ന് പറയുന്നത് രണ്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഏകദേശം ഒരു മൾട്ടി പർപ്പസ് എന്ന് പറയുന്നത് 16+ എന്ന് പറയുന്ന ROE പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ROCE, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 30% തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 21%. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് ഈ കമ്പനി ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് ഞാൻ പറഞ്ഞല്ലോ, 18.27% സെയിൽസ് ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. LICയിലും BSEയിലും ഉണ്ട്. 1 രൂപയുടെ ഫേസ് വാല്യൂ ആണ്. ലാസ്റ്റ് 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 13.29% സെയിൽസ് ഗ്രോത്ത് ആണ് കാണുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് അതും അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. 14.79, 15% തന്നെ, ഏകദേശം ഓൾമോസ്റ്റ് 15% സെയിൽസ് ഗ്രോത്തും 13% സെയിൽസ് ഗ്രോത്തും 15% പ്രോഫിറ്റ് ഗ്രോത്തും കാണുന്നത്. അതായത് സെയിൽസ് ഗ്രോത്തിനേക്കാൾ കൂടുതലാണ് പ്രോഫിറ്റ് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അതായത് സെയിൽസ് വളരെയേറെ കൂടുന്നു, പക്ഷെ പ്രോഫിറ്റ് കൂടുന്നില്ല. അങ്ങനെയല്ല, ഇവിടെ സെയിൽസ് 13% കൂടുമ്പോൾ ഏകദേശം 14.79% ഇഫക്റ്റ് പ്രോഫിറ്റിൽ വരുന്നുണ്ട്. അപ്പം ചെറിയൊരു സെയിൽസ് ഇൻക്രീസ് പോലും ഈ കമ്പനിയുടെ
പ്രോഫിറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നത് സത്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത വർഷത്തേക്ക് ഇനി ഓർഡറുകൾ ഒരുപാട് കമ്പനിക്ക് വരുന്നിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ പൊരുന്നതാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇനിയും കൂടാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഈ വീഡിയോ പങ്കുവെക്കാനും കാരണമായിട്ട് പറയുന്നത്. ഈ കമ്പനിയുടെ സെയിൽസ് ഡാറ്റ എനിക്ക് 2008 മുതലുള്ള സെയിൽസ് ഡാറ്റയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുക. 2008 മുതൽ 2019 വരെയും, അതുപോലെ തന്നെ Q4 2020 റിസൾട്ട് വന്നു, പക്ഷെ എനിക്ക് അപ്ഡേറ്റഡ് റിസൾട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ തന്നെ ട്രെൻഡ് ഏകദേശം വിസിബിൾ ആണ്. 2008 ആനുവൽ റിപ്പോർട്ട് പ്രകാരം ഈ കമ്പനിയുടെ ഒരു കൊല്ലത്തെ സെയിൽസ് എന്ന് പറയുന്നത് 4200 കോടി രൂപയാണ്. ഓക്കെ, പിന്നെ സ്റ്റഡി ആയിട്ട് ഇതിന് ഇൻക്രീസ് ആണ് വന്നത്. ഒരു വർഷം പോലും ഏകദേശം കുറഞ്ഞതായിട്ട് കാണുന്നില്ല. മിക്കവാറും വർഷങ്ങളിൽ സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അതായത് 2008 4200, 2009 4700, 2010 5300, പിന്നെ 5700, 5900, 6200, 6500, അങ്ങനെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത്. അതായത് ഇപ്പൊ 2019 എത്തുമ്പോൾ 12,164 കോടി രൂപയുടെ സെയിൽസ് ആണ് ഈ കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ Q4 Q3 വരെ ഏകദേശം 12,968, അതായത് 3 ക്വാർട്ടർ കൊണ്ട് തന്നെ 12,968 കോടിയുടെ സെയിൽസ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഒരു ക്വാർട്ടർ റിസൾട്ട് വരാനുണ്ടേ ഉള്ളൂ. ഓൾറെഡി Q3 കഴിഞ്ഞ വർഷത്തെ ആനുവൽ സെയിൽസിനേക്കാൾ മുകളിലാണ് കമ്പനി നിൽക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, എക്സ്പെൻസ് 3199 കോടി രൂപയായിരുന്നു 2008 എക്സ്പെൻസ്. ഇപ്പൊ വരുമ്പോൾ എക്സ്പെൻസ് 10,213 കോടി രൂപയുടെ എക്സ്പെൻസ് ആണ് ഉള്ളത്. അത് സ്വാഭാവികമായിട്ടും എക്സ്പെൻസ്, കമ്പനി സെയിൽസ് കൂടുന്നു, അപ്പൊ എക്സ്പെൻസും കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത് അതിന്റെ പാർട്ടാണല്ലോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കാം, അതാണ് ഞാൻ പ്രോഫിറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പ്രോഫിറ്റ് 2008 പ്രോഫിറ്റ് നോക്കുമ്പോൾ 1007 കോടി രൂപയായിരുന്നു പ്രോഫിറ്റ്. ഇപ്പൊ അത് 2754 കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് കമ്പനിക്കുള്ളത്. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, അതായത് പ്രോഫിറ്റിന്റെ പെർസെന്റേജ്, സെയിൽസും പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ 21% ഇപ്പോഴത്തേത്. അത് 2008 24% അതിനിടയ്ക്ക് 23, പിന്നെ 16 പോയി. 2010 11 16 18% കുറഞ്ഞു. പിന്നെ 12 13 11% മെയിൻറ്റെയിൻ ചെയ്തു. 14 15 14 17% മെയിൻറ്റെയിൻ ചെയ്തു. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എങ്ങനെയായാലും ഒരു 15 to 25 നിൽക്കുന്നുണ്ട്. മാർച്ച് 2019 പ്രകാരം 24% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. അതൊരു നല്ലൊരു സിഗ്നൽ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ബേർഡൻ എന്ന് പറയുന്നത്, ഇനിയാണ് ഇൻട്രസ്റ്റ് ബേർഡന്റെ ഹൈലൈറ്റ് വരുന്നത്. 2008 4 കോടി രൂപയായിരുന്നു ഏകദേശം ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നത്. ഇപ്പോഴും 2019 16 കോടി രൂപയാണ് ഇൻട്രസ്റ്റ് കൊടുത്തത്. അതിനിടക്ക് 18 കോടി കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കുറഞ്ഞു 6 ആയി, പിന്നെ 16 ആയി. ഇപ്പൊ 4 കോടിയാണ് Q3 വരെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴും അവർ ഡെപ്റ്റ് റീപേ ചെയ്തതായിട്ടുള്ള പ്രൂഫുകൾ കാണിക്കുന്നുണ്ട്, BSEയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനി തന്നെയാണ് BL നമുക്ക് പറയാം. ഡിപ്രീസിയേഷൻ 372 ക്രോർസിന്റെ ഡിപ്രീസിയേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് 101 ആയിരുന്നു. കാരണം അത് എക്യുപ്മെന്റ്സ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങളുടെ മുകളിൽ ഡിപ്രീസിയേഷൻ വലിയ രീതിയിൽ ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ഇയർ കൊണ്ട് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കോസ്റ്റ് ഫ്രീ ആവും. പിന്നെ അത് നമുക്ക് സെക്കൻഡ് സെയിലിൽ വിൽക്കുമ്പോൾ ആ വരുന്ന കംപ്ലീറ്റ് ഇൻകവും നമ്മുടെ അതർ ഇൻകം ആയിട്ടാണ് വരുന്നത്. അതൊരു അതർ സൈഡിലെ ഇൻകം ആയിട്ട് കമ്പനിക്ക് കൂട്ടാം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിന്റെ കാര്യം നോക്കുമ്പോൾ 2008 837 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി ഇപ്പൊ ഏകദേശം 1800 കോടിയുടെ പ്രോഫിറ്റ് ആണ് കമ്പനി ഉണ്ടാക്കുന്നത്. അതായത് ഒരു ഷെയറിന് മുകളിൽ പണ്ട് 3 രൂപ 6 പൈസയാണ് ഏർണിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അത് കൂടിയിട്ട് 7 രൂപ 49 പൈസയുടെ ഏർണിങ്സ്, അതായത് ഈ 2020 Q3 വരെയുള്ള കാര്യമാണ് പറയുന്നത്, 7 രൂപ 49 പൈസയുടെ ഒരു ഏർണിങ്സ് ആയിട്ട് ഈ കമ്പനി വളർന്നിട്ടുണ്ട്. അതും ഡിവിഡൻഡ് പേ ഔട്ട് എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 20% ആവറേജ് റവന്യൂ ഡിവിഡൻഡ് പേ ഔട്ട് എപ്പോഴും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 34% ഡിവിഡൻഡും പിന്നെ 2019 44% ഡിവിഡൻഡും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് നല്ലവണ്ണം ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് BL നമ്മൾ കാണേണ്ടത്. ബാലൻസ് ഷീറ്റ് നോക്കണം. ബാലൻസ് ഷീറ്റ് നമുക്ക് ഷെയർ ക്യാപിറ്റൽ 80 കോടിയും അതുപോലെ തന്നെ ഇപ്പോൾ ഇത് 244 കോടി രൂപയുടെ ഷെയർ ക്യാപിറ്റലാണ് ഉള്ളത്. അതുപോലെ തന്നെ റിസർവ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം 9,828 കോടിയുടെ റിസർവ് ഈ കമ്പനിക്കുണ്ട്. ബോറോയിങ്സ് ഇപ്പോഴും 2020 മാർച്ചിൽ കാണിക്കുന്നത് 0 ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അതർ ലാബിലിറ്റീസ് 14,227, അതായത് ടോട്ടൽ ലാബിലിറ്റി 24,000 ആണ്. അതിൽ തന്നെ നമ്മുടെ അസറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 20,000 രൂപയുടെ അതർ അസറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് മാത്രം 3,294 കോടി രൂപയുടെ സാധനങ്ങളുണ്ട്. ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് 162 കോടി രൂപയുടെ, അതായത് മറ്റു കമ്പനി സബ്സിഡറീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അങ്ങനെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നാമത് ഡെപ്റ്റ് ഇല്ല എന്നുള്ളത് ഹൈലൈറ്റ്. റിസർവ്സ് ഉണ്ട് 9,800 കോടി രൂപയുടെ റിസർവ് കമ്പനിക്കുണ്ട്. 14,000 കോടി രൂപയുടെ കടമല്ല അതർ ലാബിലിറ്റീസ് ആണുള്ളത്, ഷോർട്ട് ടേം ബോറോയിങ്സും മറ്റുമായിട്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോയിൽ ഈ കമ്പനിയുടെ ഹൈലൈറ്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പ്രകാരം 1,500
500 കോടിയോളം രൂപ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ബിസിനസ്, അതായത് കമ്പനിയുടെ ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ് വഴി മാത്രം കമ്പനിക്ക് കഴിഞ്ഞ വർഷം 2019 കിട്ടിയിട്ടുണ്ട്, കൃത്യമായിട്ട് ക്യാഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ മൈനസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഫിക്സ്ഡ് അസറ്റ്സ് ആയിട്ട് അസറ്റുകൾ വാങ്ങാൻ വേണ്ടി പൈസ ചെലവാക്കിയത് കൊണ്ടാണ് അത് മൈനസ് ആയിട്ട് കാണുന്നത്. അത് കമ്പനിയുടെ അസറ്റ് ആയിട്ട് തന്നെ കിടക്കുമല്ലോ, അതിൽ സംശയമില്ല. അതുപോലെ തന്നെ ഫിനാൻസിംഗിൽ 663 എന്ന് പറയുന്ന കോടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം ഡെപ്റ്റ് റീപേയ്മെന്റുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് റീപേയ്മെന്റ് ആവാം, ഇക്വിറ്റി റീപേയ്മെന്റ് ആവാം, ഡിബഞ്ചേഴ്സ് തിരിച്ചു കൊടുത്തതാവാം, ലോണുകൾ തിരിച്ചു കൊടുത്തതാവാം. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലുള്ള മൈനസ് ഓഫ് ക്യാഷ് ഫ്ലോ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പ്രകാരം, അതായത് ബിസിനസ് എന്താണോ, കമ്പനിയുടെ ബിസിനസ് എന്താണോ അത് പ്രകാരം അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഏകദേശം 1500 കോടി രൂപയുടെ വിറ്റുവരവ് കറക്റ്റായിട്ട് ക്യാഷ് ആയിട്ട് തന്നെ കമ്പനിയുടെ കയ്യിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നെറ്റ് ക്യാഷ് ഫ്ലോ 45 crores മൈനസ് ആണ് കാണിക്കുന്നത്. അതത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഫിഗർ അല്ല, പക്ഷെ എന്നാലും ഇത് ഇംപ്രൂവ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. ഇതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി കഴിയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നു. കാരണം 51.14% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ FIIs 10%, DIIs 30%. പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ഷെയർ പാറ്റേൺ എന്ന് പറയുന്നത് വെറും 7.95% മാത്രമാണ്. 51% ഏകദേശം ഗവൺമെന്റ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇതൊരു പ്യുവർ മിനി രത്ന കമ്പനിയാണ്, മഹാരത്ന കമ്പനിയാണ്. ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു വലിയ പബ്ലിക് സെക്ടർ കമ്പനി തന്നെയാണ് BEL എന്ന് പറയുന്നത്. അപ്പം 7.95, ഓൾമോസ്റ്റ് 8% ഷെയറുകൾ മാത്രമേ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒന്നുകിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ DIIs, FIIs കൈയടക്കി വെച്ചിട്ടുള്ള കമ്പനിയാണിത്. കമ്പനിയുടെ ഒരു മാക്സിമം ഷെയർ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2180 രൂപയാണ് കമ്പനി മേടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത്. 2018 ആ സമയത്തായിരുന്നു. അവിടെ നിന്നുള്ള കറക്ഷൻ ആണ് ഏകദേശം 60 രൂപ വരെ 56 രൂപ വരെ കമ്പനിയെ കൊണ്ടുവന്നത്. 2018 180 മുകളിൽ പോയ ഒരു ഷെയർ പ്രൈസ് ആണ് തിരിച്ച് ഇപ്പോൾ 56 വന്നിട്ട് തിരിച്ചൊരു 90 മുകളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം അതിനുള്ള ചാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു കമ്പനികൾ, കമ്പനി ഈ ഒരു സെഗ്മെന്റിലുള്ള മറ്റു കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ്, ഹണിവെൽ ഏകദേശം ഒരു ഷെയറിന് 29,000 രൂപ വരെയുള്ള ഒരു ഷെയറാണ്. അതിന്റെ PE എന്ന് പറയുന്നത് 53 ആണ്. പക്ഷേ അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 25 കോടിയാണ്. ഭാരത് ഇലക്ട്രോണിക്സിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇപ്പോഴത്തെ 97 രൂപയാണ്. പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ വെറും 12 ആണ്. 53 ഹണിവെൽസ് പറയുന്നത്, അതുപോലെ തന്നെ 12 ഭാരത് ഇലക്ട്രിക്കൽസിന്റെ. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 23,683 കോടി രൂപയുടെ വിപണി മൂല്യമാണ് ഈ ഭാരത് ഇലക്ട്രോണിക്സിനുള്ളത്. അതുപോലെ തന്നെ അംബറൽ, ജീനിയസ് പവർ, ഹിന്ദുസ്ഥാൻ റെക്ടിഫയേഴ്സ്, പെർമനന്റ് മാഗ്നറ്റ്, PG ഇലക്ട്രോപ്ലാസ്റ്റ്, ഇവരൊക്കെ വാല്യുവേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിവിഡൻഡ് ഈൽഡ്, അതുപോലെ തന്നെ ക്വാർട്ടർ പ്രോഫിറ്റ് ഗ്രോത്ത്, സെയിൽസിന്റെ ഗ്രോത്ത്, ROC വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് പ്ലേസ് ചെയ്തതായിട്ട് തോന്നി ഈ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലോങ് ടേം ഒരു 1 to 2 ഇയേഴ്സിലൊക്കെ ഈ കമ്പനിക്ക് ഏകദേശം ഒരു 120-130 രൂപ, ഇതൊരു 52 വീക്സ് ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ 130-140 ലെവലിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന്റെ ബൈയിങ് ലെവലാണ് നമുക്ക് സൂക്ഷിക്കേണ്ടത്. കാരണം ഇപ്പം നോക്കുമ്പോൾ മാർക്കറ്റിൽ 2 ആഴ്ച കൊണ്ടാണ് സ്റ്റോക്ക് ഏകദേശം 80 രൂപ നിലവാരത്തിൽ നിന്ന് 97 വരെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവൽ വരുമ്പോൾ നിങ്ങൾ ഓരോ കറക്ഷൻസിലും, മാർക്കറ്റ് ഇപ്പം കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ കറക്ഷൻസിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് ലൈനാണ് ഈ കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാനത് പ്രൊഡക്റ്റ് ലൈനൊക്കെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ അതിനുശേഷം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. എനിക്ക് ഏതായാലും ഇനി ഒരു ഡിസ്ക്ലോഷർ കൂടി പറഞ്ഞോട്ടെ, എന്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ BEL ഉണ്ട്. അത് ഏകദേശം 83-84 റുപ്പീസിൽ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് മറ്റുള്ളവരുമായിട്ട്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സുമായിട്ട് സംസാരിക്കണം തീർച്ചയായിട്ടും. കാരണം ഇതൊരു എന്റെ വ്യൂ ആണ്. ഇത് ചിലപ്പോൾ തെറ്റിപ്പോകാം, അതല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് തേടുക. നിങ്ങൾ സ്വന്തമായിട്ട് വിലയിരുത്തുക, കമ്പനിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, പ്രൊഡക്റ്റ് ലൈനുകൾ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം കൺവിൻസ് ആയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയി എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യുക, കാരണങ്ങൾ കൂടുതലായിട്ട് മൊത്തമായിട്ട് പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഇങ്ങനെ വീഡിയോ ലെങ്തി ആയി പോകുന്നതിൽ നിങ്ങൾ ക്ഷമിക്കുക. എങ്കിലും തീർച്ചയായിട്ടും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, ഒരു ഐഡിയ ഉണ്ടാക്കുക. നമ്മളൊരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ 27 മിനിറ്റോ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മോശമായില്ല. കാരണം ആ കമ്പനിയെ പറ്റി അറിഞ്ഞു, ഇനി നിങ്ങൾക്ക് റിസർച്ച് നിങ്ങൾക്ക് തുടങ്ങാം. അതിനുശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ് സുശാന്ത്. അപ്പോൾ കീപ് ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ഇൻവെസ്റ്റ്.